The direct trade between India and Europe began with the arrival of Vasco da Gama at Calicut in 1498. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള നേരിട്ടുള്ള കച്ചവടബന്ധം ആരംഭിക്കുന്നത് 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കടപ്പുറത്ത് വന്നിറങ്ങിയത് കൂടിയാണ്. ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് ലാൻഡഡ് ഇൻ ഇന്ത്യ ഫോർ ട്രേഡ് ഫോളോവിങ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർക്ക് പുറമെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം അവർക്ക് പിറകെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കച്ചവട ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലേക്ക് എത്തി. ദ ചീഫ് ഐറ്റം ദേ കളക്റ്റഡ് ഫ്രം ഇന്ത്യ വെയർ സ്പൈസസ്, ഫാബ്രിക്സ്, ഇൻഡിഗോ, ഷുഗർ ആൻഡ് സോൾട്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്പൈസസ്, ഫാബ്രിക്സ്, ഇൻഡിഗോ, ഷുഗർ, സാൾട്ട് തുടങ്ങിയവയൊക്കെ ആയിരുന്നു. ദ മേജർ ഷിഫ്റ്റ് ഇൻ ദ ട്രേഡ് റിലേഷൻ വാസ് ദ മ്യൂച്വൽ റൈവൽറി എമംഗ് ദ യൂറോപ്യൻസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് മോണോപോളി ഓഫ് ട്രേഡ് വിച്ച് കൺവെർട്ടഡ് ഇന്ത്യ ആസ് എ ഗ്രൗണ്ട് ഫോർ ദ ഇമ്പീരിയലിസ്റ്റ് വാഴ്സ്. ഇങ്ങനെ കച്ചവടം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്കിടയിൽ അല്ലെങ്കിൽ ഒരു പുതിയ ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇവർക്കിടയിൽ ഒരു മത്സരമുണ്ടായി, ഇന്ത്യയെ തങ്ങളുടെ മോണോപോളിയാക്കുക, കുത്തകയാക്കി മാറ്റുക എന്നൊരു അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ കച്ചവട കുത്തകയാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവർ പരസ്പരം മത്സരിച്ചു. ഇവരുടെ സാമ്രാജ്യത്വ മത്സരങ്ങൾക്ക്, സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് ഇന്ത്യൻ മണ്ണ് സാക്ഷ്യം വഹിച്ചു. ഇറ്റ് വാസ് ദ ഇംഗ്ലീഷ് ഹു എമർജ്ഡ് ആസ് ദ വിന്നേഴ്സ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. അങ്ങനെ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ പരസ്പരം ഇന്ത്യൻ മണ്ണിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ഒടുവിൽ ഇംഗ്ലീഷുകാരന്മാർ വിജയികളായി മാറുകയുണ്ടായി. അങ്ങനെ ഇറ്റ് വാസ് ദ ഇംഗ്ലീഷ് ഹു എമർജ്ഡ് ആസ് ദ വിന്നേഴ്സ് ഇൻ ദ കോമ്പറ്റീഷൻ. ഈ മത്സരത്തിൽ അവസാനം ഇംഗ്ലീഷുകാരന്മാർ വിജയികളായി മാറി. റൂളേഴ്സ് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ്. നമ്മുടെ രാജ്യത്ത് കൃഷി പുരോഗതി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ നിരവധി കാര്യങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കച്ചവടം പുരോഗതി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഭരണാധികാരികൾ നിരവധി സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ വാട്ട് വെയർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഭരണാധികാരികൾ കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോയിന്റുകൾ: ഒന്ന്, കൺസ്ട്രക്റ്റഡ് റോഡ്സ് കണക്ടിങ് മേജർ സിറ്റീസ്. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി റോഡുകൾ പണി കഴിപ്പിച്ചു. 2, ഗ്രാൻഡ് ലോൺസ് ടു ട്രേഡേഴ്സ്. കച്ചവടക്കാർക്ക് ലോണുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. 3, കൺസ്ട്രക്റ്റഡ് സറായിസ് ഓർ റെസ്റ്റ് ഹൗസസ്. കച്ചവടക്കാർക്ക് റോഡരികൾ റെസ്റ്റ് ഹൗസസ് അല്ലെങ്കിൽ സറായിസ് പണി കഴിപ്പിച്ചു കൊടുത്തിരുന്നു. ഇന്നത്തെ പോലെ വാഹനങ്ങളിലല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ തലയ്ക്ക് ചുമടായിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മേൽ വെച്ച് കെട്ടി, അല്ലെങ്കിൽ നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളിലൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. എന്തായാലും ദീർഘദൂര യാത്രകൾ നമ്മളെ ക്ഷീണിതരാക്കും. അങ്ങനെ ക്ഷീണിതരാകുമ്പോൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റ് ഹൗസസ് അല്ലെങ്കിൽ സറായിസ് റോഡിൻ്റെ പാതയോരങ്ങളിൽ പണി കഴിപ്പിച്ചിരുന്നു എന്നർത്ഥം. അടുത്ത പോയിന്റ്, ഇംപ്ലിമെന്റഡ് യൂണിഫോം ടാക്സേഷൻ. ഏകീകൃതമായ നികുതി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി. അടുത്ത പോയിന്റ്, പോസ്റ്റൽ ഫെസിലിറ്റീസ് വെയർ മെയ്ഡ് എഫിഷ്യന്റ്. അതായത് തപാൽ സമ്പ്രദായം കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കുവാൻ ഭരണാധികാരികൾക്ക് സാധിക്കുകയുണ്ടായി. ലാസ്റ്റ് പോയിന്റ്, ഇംപ്ലിമെന്റഡ് എഫിഷ്യന്റ് കോയിനേജ് സിസ്റ്റം. കാര്യക്ഷമമായ ഒരു നാണയ വ്യവസ്ഥ അന്നത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ നടപ്പിലാക്കി കൊടുത്തു. ഓൾ ദീസ് മെഷേഴ്സ് വെയർ ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ഇൻ മിഡീവൽ ഇന്ത്യ. രാജാക്കന്മാർ കൈക്കൊണ്ട ഈ നടപടികളെല്ലാം തന്നെ മധ്യകാലഘട്ടത്തിൽ വാണിജ്യ പുരോഗതിക്ക്, കച്ചവട പുരോഗതിക്ക് സഹായകമായത് ആയിരുന്നു. An efficient coinage existed in the Sultanate period. Tanga, the silver coin, and Jital, the copper coin, were the use in at that time. Shersha made drastic reforms in coinage. ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിൽ വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നു. സുൽത്താൻമാരുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഒരു ഏകീകൃതമായ നാണയ വ്യവസ്ഥയൊക്കെ നടപ്പിലാക്കപ്പെട്ടത്. ടാങ്ക എന്ന പേരുള്ള ഒരു വെള്ളി നാണയവും ജിത്താൾ എന്ന പേരുള്ള ഒരു കോപ്പർ ചെമ്പ് നാണയവും സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്നു. അതേപോലെ ഷെർഷാ മേഡ് ഡ്രാസ്റ്റിക് റീഫോംസ് ഇൻ കോയിനേജ്. ഷെർഷാ എന്ന് പറയുന്ന ഭരണാധികാരി നാണയ വ്യവസ്ഥയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ദ റുപ്പി, എ സിൽവർ കോയിൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ്, സർവൈവ്ഡ് എ ലോങ് ടൈം. അദ്ദേഹം ആരംഭിച്ച ഒരു സിൽവർ കോയിൻ അല്ലെങ്കിൽ വെള്ളി നാണയത്തിൻ്റെ പേരായിരുന്നു റുപ്പി. ഈ റുപ്പി എന്ന് പറയുന്ന വെള്ളി നാണയം ദീർഘകാലം അല്ലെങ്കിൽ കാലങ്ങളോളം നിലനിൽക്കുകയുണ്ടായി. പിന്നീട് എംപറർ അക്ബർ ഇഷ്യൂഡ് ദ സിൽവർ കോയിൻ കോൾഡ് ജലാലി ആൻഡ് ദ ഗോൾഡ് കോയിൻ കോൾഡ് ഇലാഹി. അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ 2 തരത്തിലുള്ള നാണയങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. അതിൽ വെള്ളി നാണയത്തിൻ്റെ പേര് ജലാലി എന്നും ഇലാഹി എന്ന പേരുള്ള ഒരു സ്വർണ്ണ നാണയവും അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ മധ്യകാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ നാണയ വ്യവസ്ഥകളാണ്. അതായത് മധ്യകാലഘട്ടത്തിൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു നാണയ സമ്പ്രദായം നിലനിന്നിരുന്നു. ടാങ്ക എന്ന് പറയുന്ന വെള്ളി നാണയവും ജിത്താൽ എന്ന് പറയുന്ന കോപ്പർ കോയിൻ അല്ലെങ്കിൽ ചെമ്പ് നാണയവും നിലനിന്നിരുന്നു. സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ഷെർഷാ നാണയ വ്യവസ്ഥയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത റുപ്പി എന്ന് പറയുന്ന വെള്ളി നാണയം കാലങ്ങളോളം നിലനിന്നിരുന്നു. അക്ബർ ചക്രവർത്തി
ഇൻട്രൊഡ്യൂസ് ചെയ്ത വെള്ളി നാണയമാണ് ജലാലി. അതേപോലെ അദ്ദേഹം ഒരു സ്വർണ്ണ നാണയം പുറത്തിറക്കിയിരുന്നു, അതിൻ്റെ പേര് ഇലാഹി എന്നും ആയി. ദ സിറ്റീസ് ഇൻ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അഗ്രികൾച്ചറൽ ആൻഡ് commercial progress accelerated the growth of cities. The urban population rapidly increased during this period. In the earlier period, majority of the inhabitants in the cities were the kings, Brahmins and soldiers. അതായത് അഗ്രികൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോഗ്രസ് ആക്സലറേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് സിറ്റീസ്. കാർഷിക മേഖലയിൽ, വാണിജ്യരംഗത്ത് ഒക്കെ ഉണ്ടായ വളർച്ച, പുരോഗതി നഗരങ്ങളുടെ വളർച്ചയെ സ്പീഡപ്പ് ചെയ്യിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് നഗരങ്ങൾ വളരുന്നതിന് കാരണമായി. അങ്ങനെ വന്നപ്പോൾ അർബൻ പോപ്പുലേഷൻ റാപ്പിഡ്ലി ഇൻക്രീസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ അർബൻ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തു. ഇൻ ദ ഏർലിയർ പീരീഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ സിറ്റീസ് വെയർ കിങ്സ്, ബ്രാഹ്മിൻസ്, സോൾജേഴ്സ്. ആദ്യമൊക്കെ രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും പട്ടാളക്കാരും മാത്രമായിരുന്നു നഗരങ്ങളിൽ താമസിച്ചിരുന്നത്. പക്ഷേ ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് കുക്സ്, വിവേഴ്സ്, ലെതർ ക്രാഫ്റ്റ്സ്മെൻ മൈഗ്രേറ്റഡ് ടു സിറ്റീസ്. സുൽത്താൻമാരുടെ കാലഘട്ടമായപ്പോഴേക്കും പുതിയ ചില വിഭാഗങ്ങൾ, വീവേഴ്സ്, കുക്സ്, ലെതർ ക്രാഫ്റ്റ്സ്മെൻ തുടങ്ങിയവരൊക്കെ സിറ്റീസിലിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ മേജർ സിറ്റീസ് വെയർ ആഗ്ര, ലാഹോർ, ഡൽഹി, ഖാൻഡേഷ്, അഹമ്മദാബാദ്, ഢാക്ക, ദൗലത്താബാദ് ആൻഡ് ബനാറസ്. ആ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ആഗ്ര, ലാഹോർ, ഡൽഹി, ഖാൻഡേഷ്, അഹമ്മദാബാദ്, ഢാക്ക, ദൗലത്താബാദ്, ബനാറസ് തുടങ്ങിയവയൊക്കെയായി. അതുപോലെ ധാരാളം അടിമകളെ രാജാക്കന്മാർ ഈ നഗരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ദ റൂളേഴ്സ് ബ്രോട്ട് എ ലാർജ് നമ്പർ ഓഫ് സ്ലേവ്സ് ക്യാപ്ചേർഡ് ഫ്രം ബാറ്റിൽസ് ടു സിറ്റീസ്. യുദ്ധങ്ങളിൽ തോൽക്കുന്നവരെ അടിമകളായി പിടിച്ച് നഗരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സബ്സിക്വൻ്റ്ലി ദ അർബൻ പോപ്പുലേഷൻ വെൻ്റ് അപ്പ്. അങ്ങനെ അതും കൂടി ആയപ്പോൾ അർബൻ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൂടി വന്നു. വിത്ത് ദ എഫർട്ട് ഓഫ് ദ ന്യൂ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻഹാബിറ്റഡ് ദ സിറ്റീസ്, ഹാൻഡിക്രാഫ്റ്റ്സ് അഡ്വാൻസ്ഡ് മച്ച്. എന്തായാലും ഇതിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട്, ഇങ്ങനെ വന്ന പുതിയ വിഭാഗങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ട് ഹാൻഡിക്രാഫ്റ്റുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കൈത്തൊഴിലുകൾ, അല്ലെങ്കിൽ കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളും ഒക്കെ ഇൻക്രീസ് ചെയ്യുവാനായിട്ട് തുടങ്ങി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ, നഗരങ്ങളിലെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അത്രയും പ്രൊഡക്ഷൻ നഗരങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ദ സിറ്റീസ് ഹാഡ് ടു ഡിപ്പെൻഡ് എക്സ്റ്റെൻസീവ്ലി ഓൺ ദ പ്രോഡക്ട്സ് ഫ്രം വില്ലേജസ്. ഗ്രാമങ്ങളെ പ്രോഡക്ട്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ സിറ്റീസിനുണ്ടാവും. ഇറ്റ് എംപവേർഡ് ദ വില്ലേജ് എക്കോണമി. അത് സ്വാഭാവികമായും വില്ലേജ് എക്കോണമി എന്ന ഗ്രാമ സമ്പദ് വ്യവസ്ഥയെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ എംപവർ ചെയ്യിച്ചു. ആസ് വില്ലേജസ് വെയർ ദ മേജർ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ സെൻറ്ററുകൾ, ഉത്പാദന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളായിരുന്നു. നഗരങ്ങളിലെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായും നഗര ജനസംഖ്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഗ്രാമങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ ഗ്രാമങ്ങൾ സാമ്പത്തികമായി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് കാരണമായി. കാരണം ഗ്രാമങ്ങളായിരുന്നു ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന മേഖല, അല്ലെങ്കിൽ ഉൽപ്പാദനം നടന്നിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗം മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയാണ്. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സമൂഹത്തിൽ 3 സ്ട്രാറ്റാസ് ആണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പർ ക്ലാസ് ഉയർന്ന വിഭാഗം, മിഡിൽ ക്ലാസ് മധ്യവർഗം, ലോവർ ക്ലാസ് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗം. ഇങ്ങനെ 3 തരത്തിലുള്ള വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് കിങ്സ്, ലോർഡ്സ്, രാജാക്കന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് മാൻസബ്ദാർസും ട്രഡേഴ്സും. മാൻസബ്ദാർമാർ ആരാണെന്ന് പറയാം. ട്രഡേഴ്സും മാൻസബ്ദാർസുമായിരുന്നു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ലോവർ ക്ലാസ് ആണ്. ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, സ്ലേവ്സ്, ഇവരെയൊക്കെ കർഷകര്, കരകൗശല തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ, അടിമകൾ, ഇവരെയൊക്കെ ലോവർ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ വെയർ ഫാർമേഴ്സ്. ഭൂരിഭാഗം ആളുകളും ഫാർമേഴ്സ്, കർഷകരായിരുന്നു. വെൻ ലാൻഡ് ലോഡ്സ് ലിവ്ഡ് ലക്ഷൂറിയസ്ലി ദ കോമൺ മാസ് ഹാഡ് ടു സ്ട്രഗിൾ വിത്ത് ദ പതറ്റിക് ലൈഫ്. ഭൂപ്രഭുക്കന്മാർ വളരെ ആഡംബരപൂർണ്ണമായ ജീവിതം നയിച്ചിരിക്കുന്ന സമയത്ത് കർഷകരായിട്ടുള്ള ആളുകൾ വളരെ ദയനീയമായ, ദരിദ്രമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദേ വെയർ ബർഡൻഡ് ബൈ എക്സസീവ് ടാക്സ്. അവർക്ക് വലിയ തുക നികുതിയായി അടയ്ക്കേണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ദ ഫാർമേഴ്സ് കുഡ് നോട്ട് ഓൺ ലാൻഡ്, ഓക്സൺ ആൻഡ് പ്ലോ. സ്വന്തമായിട്ടൊരു കാളയോ കലപ്പയോ ഭൂമിയോ ഇല്ലാത്തവരായിരുന്നു അധികം കർഷകർ. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഓഫ് മുഗൾ പീരീഡ്, there were 2 types of peasants, ഖുദ് കഷ്ത ആൻഡ് പാഹി കഷ്ത.
ആ കാലഘട്ടത്തിലെ കർഷകർ രണ്ട് വിഭാഗമായിട്ടാണ് തിരിക്കുന്നത്. നമ്മൾ മുഗൾ കാലഘട്ടത്തിലെ ചരിത്രപരമായ രേഖകളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഖുദ് കഷ്ത എന്ന് പറയുന്ന വിഭാഗം, രണ്ടാമത്തേത് പാഹി കഷ്ത എന്ന് പറയുന്ന വിഭാഗം. ഖുദ് കഷ്ത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരാണ്. സ്വന്തമായിട്ട് ഭൂമി ഉള്ള കർഷകനെ ഖുദ് കഷ്ത എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത്തേത് സ്വന്തമായിട്ട് ഭൂമിയില്ല, മറ്റാരുടെയെങ്കിലും ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകനാണ്, അവനെ പാഹി കഷ്ത എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ട് വിഭാഗം കർഷകരുണ്ടായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കർഷകരുണ്ടായിരുന്നു. ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മുഗൾ കാലഘട്ടത്തിലെ രണ്ട് തരത്തിലുള്ള കർഷകർ എന്ന് പറയുന്നത് ഖുദ് കഷ്ത എന്നും പാഹി കഷ്ത എന്നും അറിയപ്പെടുന്നു. ഖുദ് കഷ്ത എന്ന് പറഞ്ഞാൽ ഓൺ ലാൻഡ് ഉള്ളവരാണ്. ദേ ഓൺഡ് ദെയർ ഓൺ ലാൻഡ്. അവർ സ്വന്തം ഭൂമി സ്വന്തമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു, അതാണ് ഖുദ് കഷ്ത. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദേ കൾട്ടിവേറ്റഡ് ഇൻ അതേഴ്സ് ലാൻഡ്. മറ്റുള്ളവരുടെ ഭൂമിയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നവരാണ്, അല്ലെങ്കിൽ സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്ന വിഭാഗക്കാരെ പാഹി കഷ്ത എന്നും വിളിച്ചിരുന്നു. മധ്യകാല ഇന്ത്യയിലെ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ചാണ്, സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് എത്തിയ ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന ട്രാവലർ, സഞ്ചാരി പറയുന്നത്, അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്ന ഭരണാധികാരിയെ സന്ദർശിക്കുവാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും സമ്മാനമായി കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ മധ്യകാല ഇന്ത്യയിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദ ട്രാവലോഗ്യൂസ് ഓഫ് മിഡീവൽ പീരീഡ് recorded that slavery had prevailed in India then. Ibn Battuta, a traveler to India in the 14th century, revealed that he had brought horses, camels and slaves to present to Muhammad bin Tughlaq. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായ ഇബിൻ ബത്തൂത്ത പറയുന്നത്, അദ്ദേഹം കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനമായി നൽകിയിരുന്നു എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു എന്നാണ്. ഹി ആൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്ലേവ്സ് ഇൻ ദ കോഴ്സ് എക്സലന്റ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. അതുപോലെ കൊട്ടാരത്തിൽ സ്ത്രീകളായിട്ടുള്ള അടിമകൾ ഉണ്ടായിരുന്നു. ഡാൻസിലും മ്യൂസിക്കിലും ഒക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച മിടുക്കികളായിട്ടുള്ള സ്ത്രീ അടിമകൾ ഉണ്ടായിരുന്നു എന്നുമൊക്കെ അദ്ദേഹം പറയുന്നു. മാർക്കറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്ലേവ് ട്രേഡ് എക്സിസ്റ്റഡ് ദെൻ. അക്കാലഘട്ടത്തിൽ അടിമകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു, അടിമച്ചന്തകൾ ഉണ്ടായിരുന്നു, അടിമകളെ വിൽക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. മെജോറിറ്റി ഓഫ് ദ സ്ലേവ്സ് വെയർ ഡീറ്റെയിനേഴ്സ് ഓഫ് ദ ബാറ്റിൽസ്. ഇനി ഈ സ്ലേവ്സിൽ അധികവും യുദ്ധ തടവുകാരായിരുന്നു. ദേ വെർ ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുള്ള യുദ്ധ തടവുകാരായിരുന്നു അധികവും. സ്റ്റാറ്റസ് ഓഫ് വിമൺ, സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി പ്രിവെയിൽഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. ശൈശവവിവാഹം, സതി ഇതൊക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിലനിന്നു. ഫ്രാങ്കോയിസ് ബെർണിയർ, എ ഫ്രഞ്ച് ട്രാവലർ ടു ഇന്ത്യ ഇൻ ദ 17th century, recorded that he had witnessed സതി. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഫ്രഞ്ചുകാരനായ സഞ്ചാരി ഫ്രാങ്കോയിസ് ബെർണിയർ പറയുന്നത് അദ്ദേഹം സതി നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ്. There were restrictions for remarriage. പുനർവിവാഹത്തിന് സ്ത്രീകൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് അത് സാധിച്ചിരുന്നില്ല. സിൻസ് ഗേൾസ് വെയർ മാരീഡ് അറ്റ് എ വെരി ടെൻഡർ ഏജ്, ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ. വളരെ ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചിരുന്നത് കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നും പറയുന്നു. ദ റോൾ ഓഫ് വിമൺ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വാസ് സിഗ്നിഫിക്കൻറ്റ്. കാർഷിക മേഖലയിലായാലും കാർഷിക ഇതര മേഖലകളിലായാലും സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദേ ഇൻവോൾവ്ഡ് ദംസെൽസ് ഇൻ ഓൾ ദ സ്റ്റേജസ് ഓഫ് ഫാമിംഗ് ഫ്രം സോവിംഗ് ടു ഹാർവെസ്റ്റിംഗ്. വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ദേ വെയർ എൻഗേജ്ഡ് ഇൻ വീവിംഗ്, പോട്ടറി ആൻഡ് എംബ്രോയിഡറി ടു. അതേപോലെ തന്നെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, അതേപോലെ എംബ്രോയിഡറി തുടങ്ങിയ ജോലികളിലും സ്ത്രീകൾ വ്യാപൃതരായിരുന്നു. മൊത്തത്തിൽ സ്ത്രീകളുടെ അവസ്ഥ മോശമായിരുന്നുവെങ്കിലും ഈ കാലഘട്ടത്തിൽ വളരെ ഉയർന്ന സാമൂഹിക രാഷ്ട്രീയ പദവികളിലെത്തിയ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. നൂർജഹാൻ, ദ വൈഫ് ഓഫ് മുഗൾ എംപറർ ജഹാംഗീർ ആൻഡ് സുൽത്താൻ റസിയ വെയർ എക്സലന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ പറഞ്ഞവർ രണ്ടുപേരും കഴിവുറ്റ ഭരണാധികാരികളായിരുന്നു. ഗുൽബദൻ ബീഗം, ജഹനാര, ജീജാബായി തുടങ്ങിയവരെല്ലാം തന്നെ, ഗുൽബദൻ ബീഗം, ജഹനാര ആൻഡ് ജീജാബായി വേർ ദ വിമൺ ഹു ഹെൽഡ് ഹയർ പൊസിഷൻസ്. ഈ കാലഘട്ടത്തിൽ ഉന്നത പദവികളിലെത്തിയ സ്ത്രീകളാണ് ഇവരുമെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ദ ബ്രാഹ്മിൺസ് എൻജോയ്ഡ് ഹൈ സ്റ്റാറ്റസ്. ഉന്നത പദവി, സൊസൈറ്റിയിൽ ഉന്നതമായ പദവി വഹിച്ചിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കാസ്റ്റ് വാസ് മേജർ ഫീച്ചർ ഓഫ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടുതൽ ജാതികൾ ഉണ്ടായി വന്നു എന്നതാണ്. ദ ന്യൂലി ഫോംഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഗ്രാജുവലി ഇവോൾവ്ഡ് ആസ് കാസ്റ്റ്. പുതുതായി ജോലി വിഭാഗങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ വിഭാഗങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ആ തൊഴിൽ വിഭാഗങ്ങളെല്ലാം തന്നെ
പുതിയ പുതിയ ജാതികളായി മാറുകയുണ്ടായി. The newly formed occupational groups gradually evolved as castes. In his memory, Babur the Mughal ruler describes the occupational groups and castes. ബാബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ബാബർനാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ പുതുതായി ഉണ്ടായ തൊഴിൽ വിഭാഗങ്ങളെക്കുറിച്ചും അവ ജാതികളായി മാറിയതിനെക്കുറിച്ചുമൊക്കെ ഈ ഭാഗത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ദ കാസ്റ്റ് സിസ്റ്റം ഇൻ സൗത്ത് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഒക്കുപ്പേഷൻ. നോർത്ത് ഇന്ത്യയിലേതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും ജാതി വ്യവസ്ഥ തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് നിലനിന്നത്. The castes in South India were broadly divided into ഇടംകൈ ആൻഡ് വലംകൈ. തെക്കേ ഇന്ത്യയിലെത്തുമ്പോൾ രണ്ട് തരത്തിലുള്ള ജാതി വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ഇടംകൈ എന്നും വലംകൈ എന്നും പറയും. Those who engaged in trade and handicrafts were known as ഇടംകൈ. കച്ചവടവും കൈത്തൊഴിലുകളും ഒക്കെ പിന്തുടർന്നിരുന്നവരെ ഇടംകൈ എന്ന് വിളിച്ചിരുന്നു. ഇടംകൈ കാസ്റ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. Those who engaged in agricultural sector were known as വലംകൈ കാസ്റ്റ്. കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്നവരെ വലംകൈ കാസ്റ്റുകൾ എന്ന് വിളിച്ചിരുന്നു. ഇന്ത്യ അറ്റൈൻഡ് കൺസിഡറബിൾ എക്കോണമിക് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദിസ് മീഡിയവൽ പീരീഡ്. ഈ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള എക്കോണമിക് പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തിക പുരോഗതിയാണ് നമുക്ക് നേടിയെടുക്കാനായിട്ടുണ്ടായിട്ടുള്ളത്. ഇറ്റ് ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് കൾച്ചർ. ഇത് നമ്മുടെ കലകളെ നമ്മുടെ സംസ്കാരത്തെ ഒക്കെ സ്വാധീനിക്കുകയുണ്ടായി. അത് നമ്മുടെ കലാപരമായും സാംസ്കാരികപരമായുമുള്ള വളർച്ചയ്ക്ക് കാരണമായി. ഇറ്റ് വാസ് ദ പ്രോസ്പെരിറ്റി ദാറ്റ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സെവറൽ ടെമ്പിൾസ് ആൻഡ് മോണമെന്റ്സ് ഇൻ ദാറ്റ് പീരീഡ്. അതുകൊണ്ട് തന്നെ ആ പ്രോസ്പെരിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ നിരവധി ക്ഷേത്രങ്ങളും അതേപോലെ മെമ്മറബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ മോണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ രാജ്യത്തിന് ആർജിക്കുവാനായിട്ട് സാധിച്ചത് നമ്മൾ എക്കോണമിക് പ്രോഗ്രസ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. However, only a minor section of society benefited from this progress. The majority were affected by poverty. ഈ പുരോഗതിയൊക്കെ നമ്മൾ നേടിയെടുത്തു അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് പുരോഗതി ഉണ്ടായെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയിലെ വളരെ മൈനറായിട്ടുള്ളൊരു വിഭാഗത്തിന്, വളരെ കുറച്ചുള്ളൊരു വിഭാഗത്തിനാണ് ഈ പുരോഗതി നേടിയെടുക്കാൻ സാധിച്ചത്. ഭൂരിഭാഗം വരുന്നവർ അപ്പോഴും വളരെ പോവർട്ടിയിലാണ് ജീവിച്ചിരുന്നത്. താങ്ക് യു.